തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിന് ശേഷം പത്തനംതിട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിക്ക് മംഗല്യമെന്നാണ് ലഭിക്കുന്ന വിവരം. ജ്യോത്സ്യന്മാരൊന്നുമല്ല പറഞ്ഞത് കേട്ടോ, അയാളോട് അടുപ്പമുള്ളവർ തന്നെ പറഞ്ഞതാണ്. മുൻ മുഖ്യമന്ത്രി എ.കെ. ആൻ്റണിയുടെ മകൻ കൂടിയായ അനിൽ ജീവിതത്തിൻ്റെ ക്രീസിൽ പുതിയ ഇന്നിങ്സിനുള്ള ശ്രമത്തിലാണെന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അനിൽ ആൻ്റണിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. രാജ്യത്തെ ഒരു പ്രമുഖ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് ഭാവി വധുവെന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞ ശേഷമേ വിവാഹ വിവരങ്ങൾ പരസ്യമാക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ബി.ജെ.പി. പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. കോൺഗ്രസിൽ നിന്ന് ചുവടുമാറി ബി.ജെ.പിയിലെത്തിയ അനിൽ ആൻ്റണി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും പ്രകടന പത്രിക സമിതി അംഗവുമാണ്. അനിൽ ആൻ്റണി ജയിച്ചാലും തോറ്റാലും NDA മുന്നണി അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് മണ്ഡലത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന മറ്റൊരു പ്രചാരണം. എ.കെ. ആൻ്റണിയുടെ മകനല്ലേ, ആൻ്റണിയെപ്പോലെ ആയിരിക്കുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. പക്ഷേ വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം ഇയാൾ എങ്ങനെയാണെന്ന്. മിക്കവാറും ബി.ജെ.പി. പോലും എടുത്ത് ദൂരെ എറിയും. കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും ഇത്തവണ അനിലിന് കിട്ടിയില്ലെങ്കിൽ അയാളുടെ ജനസ്വാധീനം എത്രത്തോളമുണ്ടെന്ന് ബി.ജെ.പി. മനസ്സിലാക്കും. എ.കെ. ആൻ്റണിയുടെ മകനായതുകൊണ്ട് ആൻ്റണിയുടെ ഒരു സ്വാധീനം വോട്ടായി മാറുമെന്ന ഒരു സങ്കല്പവും ബി.ജെ.പിക്കുണ്ട്. പക്ഷേ വോട്ടെണ്ണി കഴിയുമ്പോൾ നോട്ടയ്ക്ക് താഴെ വരുമ്പോൾ ബി.ജെ.പി. മനസ്സിലാക്കും അപ്പനും മോനും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം എത്രത്തോളമുണ്ടെന്ന്. ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചാണ് ഇയാളെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ എന്തു ചെയ്യാം, UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരാണ്. അതുകൊണ്ട് ക്രൈസ്തവർക്കൊരാശങ്ക അവിടെയില്ല. കൃത്യമായി അവർ വോട്ട് ചെയ്തോളും. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. പിന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, കേരളത്തിൽ മത്സരിക്കുന്ന 20 ബി.ജെ.പി. സ്ഥാനാർത്ഥികളും പറയുന്നത് ജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രിയാകുമെന്നാണ്. കേന്ദ്രമന്ത്രി എന്ന് കേൾക്കുമ്പോൾ കുളിരൊന്നും പത്തനംതിട്ടക്കാർക്കുണ്ടാകില്ല. അവർ ഒരുപാട് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഒക്കെ മന്ത്രിമാരെ കണ്ടതാണ്. അതൊന്നും പറഞ്ഞാൽ പത്തനംതിട്ടയിൽ എറിക്കില്ല. ഏതായാലും വോട്ടെണ്ണുന്നത് വരെയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനവും പത്രാസും മാത്രമേ ഉള്ളൂ. വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഇതെല്ലാം പമ്പയാറ്റിൽ കിടക്കും.